ഹായ്, എൻ്റെ പേര് തൻവീവി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി നമ്മുടെ റൂഫ് ടോപ്പിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. എനർജിക്ക് വേണ്ടി സോളാർ പാനലുണ്ട്, പിന്നെ നമ്മുടെ റൂഫ് ടോപ്പ് ഗാർഡന് ഉണ്ട്. അവിടെ ഇപ്പം വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം, നമുക്കതറിയാം. അപ്പം അതിനു വേണ്ടി നമ്മൾ പണ്ട് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്താണ് കപ്പിൽ എടുത്തുകൊണ്ടിരുന്നത്, നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം ചെയ്തത് നമ്മൾ ടാങ്ക് പൊക്കി ഇത് ചെയ്യണം. അതിന് ആദ്യം അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളൊരു എലിവേറ്റഡ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി അല്ലേ. എന്നിട്ട് ഈ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു അല്ലേ. ഇങ്ങോട്ട് പോയി എന്തൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുക. നമുക്ക് പേരക്ക ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, നമ്മുടെ കോളിഫ്ലവർ, പിന്നെ ഇതെന്താ സ്ട്രോബെറി ഉണ്ടോ? സ്ട്രോബെറി എന്താ മൽബറി എവിടെ മൽബറി ഉണ്ട്. പിന്നെ ഇതേ ടൊമാറ്റോസ് ഉണ്ട്, ലേഡി ഫിംഗർ ഉണ്ട്, പിന്നെ ഇതെന്താ കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ടാവും. പിന്നെ അതുപോലെ എന്താ നമുക്ക് ബ്രക്കോളി ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ കണ്ട അപ്പൊ നമ്മള് ചെയ്തിരിക്കുന്നുണ്ട് ആ സംഭവം. നമ്മള് എന്താ വെച്ചാൽ അവിടെ ആ ടാങ്ക് നമ്മൾ ഹൈറ്റ് ആയിട്ട് കൂട്ടി വെച്ചിട്ട് ഹൈറ്റ് വെച്ചിട്ട് അവിടുന്ന് ഒരു ഔട്ട് എടുത്തിട്ട് ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംഭവം അവിടെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് ആ ഹോസ് വന്നിട്ട് അല്ലെ ഓരോ ചെടിയിലും വെള്ളം വീഴും. നമ്മൾ അതിനകത്ത് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് രാവിലെയും ഇപ്പൊ ചൂടാന്ന് അറിയാം, അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെക്കാം. അരമണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെ ഭയങ്കര ചൂടുള്ള ദിവസമാണ് വേണം നമുക്ക് ഉച്ചയ്ക്കും കൂടെ ആയിട്ട് ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം അതിൽ നിന്ന് വരുന്ന ആ ഓസിന്ന് എല്ലാ ചെടികളിലും നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ഓൺ ആക്കി വെക്കുമ്പം എല്ലാത്തിനും തുള്ളി തുള്ളിയായിട്ട് വീഴും. ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളൂ അല്ലേ. അതെ, അതൊക്കെയാണ് നമുക്ക് ആദ്യം വേണ്ടത്. തന്നെ കണ്ടത് ഈ ഇത്രയും സ്ഥലത്ത് നമ്മൾ അത് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് ഇനിയിപ്പോ ഇങ്ങോട്ടും കൂടെ വെക്കാനുണ്ട് അല്ലേ. അതെ, ഇങ്ങനെ എല്ലായിടത്തും നമ്മളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈമർ സെറ്റ് ചെയ്യുന്നത്. ഈ ഡിവൈസ് ആണല്ലേ. ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തേ. ഇപ്പൊ നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യണേ. മാനുവൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 10 മിനിറ്റ് 10 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത് ഓക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ പൈപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ ഏതിൽ വരുന്ന വെള്ളം വരുന്നുണ്ടോ? പൊക്കിയെടുത്ത് നോക്കണം അല്ലേ. പൊക്കെടുത്ത് കാണിക്കണം. പൊക്കിയെടുത്ത് നോക്കില്ല ഈ ചെടികളിലൊക്കെ എങ്ങനെ വരും. നമുക്ക് അങ്ങോട്ട് അവിടെ പോയി നോക്കാം. ഇതാണ് ഇവിടെ വെള്ളം വരുന്നതില്ലേ. പിന്നെ ചില ചെടിക്ക് നമുക്ക് വെള്ളം ആവശ്യമില്ല. കണ്ടോ, ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് നമുക്ക് വെള്ളം ആവശ്യമില്ല, ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചാൽ മതി. ഡ്രാഗൺ ഫ്രൂട്ടിന് ചില ചെടികൾക്ക് വെള്ളം എപ്പോഴും ആവശ്യമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് മുള്ളുള്ള ചെടി. എല്ലാം കാണിക്കാം. നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തുള്ളിയായിട്ട് ഇങ്ങനെ ആയിട്ട് കാണുന്നുണ്ടോ? പൊങ്ങിയിരുന്നതേ കാണുന്നത്. നമുക്ക് ഇതിന്റെ ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ സാധനം അങ്ങോട്ട് തിരിച്ചാലേ അതിന്റെ
അപ്പോൾ എത്ര വെള്ളം വരണം എന്നുള്ള കാര്യം നമുക്കത് ഇത് വെച്ചിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റും. കണ്ടോ, സ്പീഡ് കൂട്ടി വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ തുള്ളിയായിട്ട് വെക്കണേ. സ്പീഡ് കൂട്ടി വെച്ചേക്കും, അത് തുള്ളിയായിട്ടല്ലല്ലേ വീഴുന്നത്. ഇത് വലിയ ഇതല്ലേ, തൊട്ടിയല്ലേ, അല്ല ഇതല്ലേ, ചട്ടിയല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് എല്ലാം അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ.